പ്രൈസ് ദി ലോർഡ്. ഈ വരുന്ന കേരള ഇലക്ഷന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ അനേകായിരം ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് നല്ല ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുവാൻ വേണ്ടി. സർവശക്തനായ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്ന ഒരു ഭാരമുണ്ട്. നമ്മുടെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി. പുതിയൊരു ഗവൺമെൻറ് കടന്നു വരുമ്പോൾ ആ വ്യക്തി ജീവിതങ്ങൾക്ക് ശക്തമായ വിസ്ഡം, ജ്ഞാനം ദൈവം തമ്പുരാൻ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വരുന്ന ഇലക്ഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ വരുന്ന കേരള ഇലക്ഷൻ ഏപ്രിൽ 9 നടക്കുന്ന ഇലക്ഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സർവശക്തനായ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഇഷ്ടം, പരിപൂർണ ഇഷ്ടം ഉള്ള ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നല്ല ഗവൺമെൻറ് വരുവാനും നല്ല ഭരണാധികാരികൾ വരുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നല്ലൊരു ചീഫ് മിനിസ്റ്റർ, നല്ലൊരു കേരള മുഖ്യമന്ത്രിയെ കർത്താവ് തിരഞ്ഞെടുക്കുന്നതിനായി നന്ദി പറയുന്നു. സർവശക്തനായ ദൈവമേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന വ്യൂവേഴ്സ്, എന്നെ കേൾക്കുന്ന വിശ്വാസികൾ, സർവശക്തനായ ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം തമ്പുരാൻ ഐക്യതയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണ്. പിതാവേ, അനേകായിരം ജനങ്ങളുടെ പ്രാർത്ഥന നീ ഒരുമിച്ച് കേൾക്കണമേ. നല്ലൊരു ഗവൺമെൻറ് രൂപീകരിക്കുവാൻ കർത്താവ് സഹായിക്കണം. സർവശക്തനായ ദൈവമേ, നല്ലൊരു ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമാറാകട്ടെ. അങ്ങയുടെ ഇഷ്ടപ്രകാരമുള്ള, അങ്ങേക്ക് ഹിതമുള്ള, അങ്ങയുടെ ഹൃദയമുള്ള ഒരു നല്ല ഭരണാധികാരിയെ കേരളത്തിന് കൊണ്ടുവന്ന് തരണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സർവശക്തനായ ദൈവമേ, നല്ല മന്ത്രിമാരെ ഞങ്ങൾക്ക് തരണമേ. എല്ലാ വകുപ്പിലും വിശ്വസ്തരായിട്ടുള്ള വ്യക്തി ജീവിതങ്ങളെ തരണമേ. നാടിനെ സ്നേഹിക്കുന്നവർ, നാടിനെ കരുതുന്നവർ, മനുഷ്യരെ സ്നേഹിക്കുന്നവർ, മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്ന നല്ല ഒരു ഗവൺമെൻറ് രൂപീകരിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനാവിൻ്റെ കരങ്ങൾ ഈ അടുത്ത ഇലക്ഷൻ്റെ മേൽ വരുമാറാകട്ടെ. അങ്ങയുടെ ഇഷ്ടമനുസരിച്ചുള്ള ഭരണാധികാരികൾ തിരഞ്ഞെടുക്കപ്പെടട്ടെ. ജനങ്ങളുടെ ഹൃദയത്തിൽ ജ്ഞാനവും പരിജ്ഞാനവും നൽകട്ടെ ആരെ തിരഞ്ഞെടുക്കണമെന്ന്. സർവശക്തനായ ദൈവത്തിന് ഇപ്പോഴേ അറിയാം ആരാണ് വരുന്നതെന്ന്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഈ കേരളത്തിലെ മലയാളി സമൂഹത്തിൻ്റെ ഒന്നടങ്കം പ്രാർത്ഥനയാണ് കർത്താവേ, നല്ലൊരു ഗവൺമെൻറ് രൂപീകരിക്കപ്പെടട്ടെ. നല്ലൊരു ഭരണാധികാരി കടന്നു വരട്ടെ കർത്താവേ. നല്ലൊരു മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് തരണമേ. യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, കർത്താവായ ദൈവത്തിൻ്റെ ഹൃദയവും പരിജ്ഞാനവും ശക്തിയും വിവേകവും കഴിവുമുള്ള ഒരു നല്ല വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നുവെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പിതാവേ. ഐ പ്രേ ഫോർ ഈ കേരള ഇലക്ഷൻ, മൈ ഫാദർ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. Thy perfect will be done. Lord, choose the right person to be a chief minister and all other ministers in the mighty name of the Lord Jesus Christ of Nazareth. I declare and decree and I pray in the name of Jesus. Let us pray in the Holy Spirit. Garushadal manto kubarati antaha brani gradushadal mantaha valosi antaha Falaria ku marusha dial mantehe കലാറിയാൻറ്റു ഭരണ്യലരീസിയാൻറ്റാഹ. അങ്ങയുടെ ഇഷ്ടപ്രകാരമുള്ള മന്ത്രിമാരെ തിരഞ്ഞെടുക്കട്ടെ. അങ്ങയുടെ ഇഷ്ടപ്രകാരം മാത്രം നടക്കട്ടെ കർത്താവേ. അങ്ങയുടെ ജനതയെ സ്നേഹിക്കുകയും അങ്ങയുടെ ജനതയ്ക്ക് നഷ്ടം വരുത്താത്ത രീതിയിൽ അവരെ സംരക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു വലിയ ഗവൺമെൻറ്, ഒരു മനോഹരമായ ഗവൺമെൻറ് രൂപീകരിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ബിലീവ് ഇറ്റ്, വിശ്വസിക്കുക. കേരളത്തിന് വളരെ നല്ലൊരു ഗവൺമെൻറ്റിനെ കർത്താവ് കൊടുക്കും.
നല്ലൊരു ഭരണാധികാരിയെ ദൈവം കൊടുക്കും. നല്ലൊരു ചീഫ് മിനിസ്റ്ററിനെ ദൈവം കൊടുക്കും. ദൈവത്തിൻ്റെ പൂർണ്ണ ഇഷ്ടമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. മനുഷ്യരുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ പരിപൂർണ ഇഷ്ടം സംഭവിക്കട്ടെ. എല്ലാ വകുപ്പുകളിലും ചേരേണ്ടവരെ മാത്രം ചേർക്കണം, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ബ്രണൂഗിഷഡിയാൻ ടലറബാബ സബാറഭൂഷം ടൂലറബാഹമസു ടാലറബഹ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറത്ത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.